സുവിശേഷം ഇപ്പോൾ പ്രബലമായിക്കൊണ്ടിരിക്കുക. അതിപ്പോഴെന്നല്ല, ഈ ലേഖനം എഴുതിയ കാലം മുതലേ ഉണ്ട് വേറൊരു സുവിശേഷം. ഏതാ ഈ വേറൊരു സുവിശേഷം? അപ്പോൾ വേറൊരു സുവിശേഷം എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ നല്ലത് ശരിയായ സുവിശേഷം ഏതാ? എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകർ വളരെ ശ്രേഷ്ഠത. അതിൽ വളരെ പ്രഗത്ഭനായ ഒരു കർത്തൃദാസന മൺമറഞ്ഞു ഇന്ത്യ ദൈവസഭയുടെ അസിസ്റ്റന്റ് ഓവർസിയറായിട്ടൊക്കെ ഇരുന്ന PG മാത്യു സാറിൻ്റെ അമ്മാവിയപ്പനെ MT മാത്യു, അദ്ദേഹത്തെ വേറൊരു പേര് പറയും മൈക്ക് മത്തായിച്ചൻ. ശ്രേഷ്ഠനായ ഒരു കർത്തദാസന, എൻ്റെ ഗുരുവാണ്. അപ്പം അദ്ദേഹം പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വളരെ പ്രയോജനമാണ്. അപ്പം അദ്ദേഹം പറയുമായിരുന്നു പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പം ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ ചെന്നു, അവിടുത്തെ ചായ മോശമാണെന്ന് പറയണ്ട, നമ്മൾ നല്ല ചായ കൊടുത്താൽ മതി. അപ്പുറത്തെ മീൻ വെക്കുന്നവൻ്റെ മീൻ ചീഞ്ഞതാന്ന് പറയണ്ട, നമ്മൾ നല്ല മീൻ അങ്ങ് കൊടുത്താൽ മതി. പുള്ളിയുടെ ഭാഷ. ആ വീട്ടിലെ ഭക്ഷണം കൊള്ളുകയില്ല എന്ന് പറയണ്ട, നമ്മൾ നല്ല ഭക്ഷണം കൊടുത്താൽ മതി. അപ്പൊ കഴിക്കുന്നവരാ തീരുമാനിക്കുന്നത്, വാങ്ങുന്നവരാ തീരുമാനിക്കുന്നത് ഇതേതാ നല്ലതെന്ന്. അതുകൊണ്ട് വേറൊരു സുവിശേഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പം ഏതാ ശരിയായ സുവിശേഷം? അത് ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കാം. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം. ഇതറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, വിശേഷിച്ച് ഈ സ്ഥലത്ത് ഇങ്ങനൊരു ക്രമീകരണം ഒരുക്കിയ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ഥാപനത്തിൻ്റെ ചുമതലപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് ഇതാണെന്നാ തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് അല്ലേ? പണ്ടൊരാൾ പറഞ്ഞില്ല, തത്തീരെനിക്ക് ഗുണമായെന്ന് പറഞ്ഞ പോലെ ഇതാ കുറച്ചുകൂടെ നല്ലത്. മഞ്ഞും അടിക്കുന്നില്ല, ഇല്ലയോ? അവിടെ അന്നേ മഞ്ഞ് കൊള്ളും. ഇതാ നല്ലത്. ആ കർത്താവ് വരുന്നത് വരെ ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഈ സ്ഥാപനത്തെയും ചുമതലപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് രാത്രി അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടല്ല പ്രധാനമായിട്ട് പറയുന്നത്, ആരെങ്കിലും ഒരാള് ഇതറിയാത്തവരുണ്ടെങ്കിൽ അവരെ ഉന്നം വെച്ചാ പറയാൻ. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കുക, എവിടെ പോവുക? സുവിശേഷ യോഗത്തിന് പോയതാ. എന്താ സുവിശേഷം? അതിന് കൃത്യമായ മറുപടി പറയണം. നമ്മളെ ബാധ്യസ്ഥരാ. പത്രോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 3:15 വായിച്ചു. അറിവുള്ള വാക്യമാ. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. വായിക്കുന്നതില്ലയോ കുറച്ചുകൂടെ നല്ലത്, കാരണം ഭാഗ്യവും വരട്ടെ. പത്രോസിന്റെ 1-ാം ലേഖനം 3:15 നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ന്യായമായ കാര്യം ഉടക്കാനും തർക്കിക്കാനും ആണെങ്കിൽ ഒന്നും പറയണ്ട. ന്യായമായിട്ട് അറിയാനുള്ള തൃഷ്ണ കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ അത് സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ പ്രതിവാദം മറവാൻ എപ്പോഴും ഒരുങ്ങണം. അപ്പൊ ആ വാക്യത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തില്ല. അപ്പൊ എവിടെ പോയി? സുവിശേഷകത്തിന് പോയതാ. എന്തുവാ സുവിശേഷം? എന്തുവാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്, മൈക്ക് സെറ്റ് ഉണ്ട്, പാട്ടുകാരുണ്ട്, കണ്ടമാനം ആള് വരും. പിന്നെ യോഗം തീരുമ്പോൾ ഞങ്ങൾക്കൊരു മൂപ്പുണ്ടാകും, തീരുന്ന മുറുകെ. പിന്നെ നല്ല ഇളക്കമാ. ഇതല്ല അതിന് മറുപടി. അപ്പൊ ന്യായമായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ന്യായമായിട്ട് മറുപടിയും പറയണം. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. സുവിശേഷം വേറൊരു സുവിശേഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ ശരിയായ സുവിശേഷം എന്താ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എങ്കിലും അറിയാത്ത ആരേലും ഉണ്ട്, അവരെ ഞാനിതെല്ലായിടത്തും പറയാവുന്ന കാര്യമാണ്. അല്ല, ഇതല്ലയോ എല്ലായിടത്തും പറയണ്ടേ? വേറെ എന്നാ പറയാനാ? ഇതാ പറയണ്ടേ. ഈ യോഗം വെച്ചതും സുവിശേഷം കേൾപ്പിക്കാനല്ലേ? അല്ലയോ? അതിനാ. അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് ചില കാര്യം ഒന്ന് ചിന്തിക്കാം. ജിജോ വാക്യം വായിച്ച് നൂപ്പാട് വരും. നന്നായിട്ട് വായിച്ചോണം. നല്ല ചടി കടാന്നതല്ലേ? കൊവരെ കുഞ്ഞോളച്ച പറമ്പിലെ തടിപ്പുറത്തെ വെടി പോലെ നിന്നോണം. വായിച്ചോണം.
നമ്മൾ വേണമെന്ന് വായിച്ചു കൊടുത്തു സഹായിക്കാൻ. എന്നെ വായിക്കുമോ? പറഞ്ഞു കൊടുക്കാൻ ഇരിക്കുക, ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. സുവിശേഷം വേറൊരു സുവിശേഷം. അപ്പൊ ശരിയായ സുവിശേഷം എന്താണ് സുവിശേഷം? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനപാഠമാ. അറിയാത്തവരുടെ അറിവിന് പറയും എന്താ സുവിശേഷം എന്ന് പറഞ്ഞാൽ നസറയനാകുന്ന യേശു ക്രിസ്തു. വായിച്ചു തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവെടുത്ത് വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, സമീപവാസികളെ, സ്ഥലവാസികളെ, ശബ്ദപരിധിയിൽ കേൾക്കുന്ന അല്ല ഓൺലൈനിൽ ദൂരത്തിരിക്കുന്ന ആർക്കെങ്കിലും എന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങളോട് ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്. സുവിശേഷം മതം മാറ്റമല്ല, സുവിശേഷം സഭ മാറ്റുകയല്ല, സുവിശേഷം സംഘടന മാറുന്നതല്ല, സുവിശേഷം തത്വജ്ഞാനം പറയുന്നതല്ല, സുവിശേഷം തത്വസംഹിതകളെ നിരത്തുന്നതല്ല, സുവിശേഷം പ്രത്യയ ശാസ്ത്രങ്ങളെ വാരി വിതറുന്നതല്ല, സുവിശേഷം മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്നതല്ല, സുവിശേഷം മറ്റുള്ളവന് ജീവഹാനി വരുത്തുന്നതല്ല, സുവിശേഷം അപരനെ നശിപ്പിക്കുന്നതല്ല, സുവിശേഷം മറ്റ് മതക്കാരെ തകർക്കാൻ പ്രേരണ കൊടുക്കുന്നതല്ല. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. പിന്നെന്താ സുവിശേഷം എന്ന് പറഞ്ഞാൽ നസറയനാകുന്ന യേശുക്രിസ്തു. ഒന്നുകൂടെ വായിച്ചോ കേക്കട്ടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന. പദത്തിനൊക്കെ വലിയ അർത്ഥമാ. ജനിച്ച് മരിച്ചിട്ട് നിർത്തിയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ വന്നവരെ എല്ലാം ഇങ്ങനെ ജനിച്ചു മരിച്ചു. ശുഭം ആർക്ക്? പുള്ളിക്കും ശുഭമാ. അല്ല, മരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയല്ലേ, ചില നമുക്ക് സ്നേഹമുള്ളവരും പ്രാരാബ്ധമുള്ളവരും ഒക്കെ മരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല. ഈയിടെ ഒരു മരണ വീട്ടിൽ പോയപ്പം ഒരാൾ കരഞ്ഞുകൊണ്ട് മരിച്ചു കിടക്കുന്ന പുള്ളിയെ നോക്കിക്കൊണ്ട് സ്നേഹിതം വന്ന് പറയാ, ജോർജ് കുട്ടി നീ രക്ഷപ്പെട്ടല്ലോടാ. ഇല്ലേ? മിണ്ടുന്നില്ല. സ്നേഹിതം വന്ന് പറയാൻ, ജോർജ് കുട്ടി നീ രക്ഷപ്പെട്ടല്ലോടാ. അപ്പൊ എന്നാ ഇവിടുന്ന് രക്ഷപ്പെട്ടു. ജോർജ് കുട്ടി എങ്ങോട്ട് പോയെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഇവിടുന്ന് പുള്ളി രക്ഷപ്പെട്ടെന്ന. അപ്പം യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് നിർത്തിയില്ല, ചേർത്ത് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അതാ സുവിശേഷം. സ്തോത്രം. അപ്പൊ എന്താ സുവിശേഷം എന്ന് ആരേലും ചോദിച്ചാൽ ഒറ്റ വാക്കിലെങ്കിലും മറുപടി പറയണം. അത് നമ്മൾ ബാധ്യസ്ഥരാ. യേശു ക്രിസ്തു, അതാ സുവിശേഷം. അതെന്താ യേശു ക്രിസ്തു? അങ്ങനെ ആരേലും ഒന്നുകൂടെ ചോദിച്ചാൽ അടുത്തൊരു മറുപടി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തീർന്നില്ല, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാ സുവിശേഷം. അപ്പോൾ തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ട്, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം ദിവസം ഉയർത്തു. അതാ സുവിശേഷം. അറിയാമല്ലോ സുവിശേഷം നല്ല വാർത്ത, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, നല്ല വാർത്തയാ. എന്തുവാ നല്ല വാർത്ത? യേശു ക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാ. ഈ എല്ലാവരും ജനിച്ച പോലല്ല യേശു ജനിച്ചത്, അല്ല. നമുക്കെല്ലാം അറിയാം, മത്തായി സുവിശേഷത്തിൽ ജനിപ്പിച്ചു എന്ന. എന്നാൽ ക്രിസ്തുവേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പദം നമുക്കെല്ലാം മനപാഠമാ. ജനിപ്പിച്ചെന്നല്ല, ജനിച്ചു. അങ്ങനല്ലയോ ജിജോ? മത്തായി 1:16 13 ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. മറ്റവരുടെ എല്ലാം ജനിപ്പിച്ചെന്ന 1 മുതൽ വായിര. അബ്രഹാമിനോട് വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിന്റെ വംശാവലി. അടുത്തത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരേസിനെയും
സാരഹിനെയും ജനിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം ജനിപ്പിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയാം, ജനിപ്പിച്ചെന്നല്ല, ജനിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനം വിശേഷപ്പെട്ട ജനനമാണ്. ഒന്ന്, ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാണ്. രണ്ട്, എന്നെയും നിങ്ങളെയും ജനിപ്പിച്ചതാ. ഒരു പുരുഷനും ഒരു സ്ത്രീയും, അല്ലെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ അപ്പനും. ഇവിടെ സയൻസ് പഠിച്ച പിള്ളേരെല്ലാം ഉണ്ട്. എനിക്ക് സയൻസും ശാസ്ത്രവും ഒന്നും വലിയ വശമില്ല. വലിയ വശമെന്നല്ല, വശമേ ഇല്ല. എന്നാലും ചില ചെറിയ അറിവിന്റെ വെളിച്ചത്തിൽ പറയാം, ഒരു പുരുഷന്റെ ബീജത്താലും സ്ത്രീയുടെ അണ്ടം അങ്ങോട്ടും യോജിച്ചെങ്കിലേ ഒരു പ്രജ, ഒരു ശിശു ഉരുവാകുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു. എങ്ങനെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ വചനത്താൽ. നമ്മുടെ ജനനം പോലല്ല യേശുവിന്റെ ജനനം, വിശേഷപ്പെട്ട ജനനമാണ്. അതെന്താ? ഒന്ന്, ഇവിടെ കേട്ടല്ലോ, ദൈവത്തിന്റെ മകനെ ജനിപ്പിച്ചതല്ല, ജനിച്ചതാ. ഇപ്പൊ എൻ്റെ അപ്പൻ എന്നെ ജനിപ്പിച്ചതാ, അല്ലേ? ജനിപ്പിച്ചതാ. യേശുക്രിസ്തുവിനെ മനുഷ്യനാരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചു. അതാ ഒരു വിശേഷത. രണ്ട്, കർത്താവിന്റെ ജനനത്തോടെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വചനം പഠിക്കുമ്പോൾ അറിയാം, ആട്ടിടയന്മാര് വെളിമ്പ്രദേശത്ത് ആടിനെ തീറ്റി വിശ്രമിക്കുമ്പോൾ ഈ ജനന വസ്തുത, ജനിച്ച കാര്യം അറിയിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. നമ്മളാരും ജനിച്ചപ്പോ ഏത് ദൂതനാ വന്നേ? അല്ല, ഇവിടെ മഹാന്മാരും ഉന്നതന്മാരും കുബേരന്മാരും പണ്ഡിത ശിരോമണികളും രാഷ്ട്രീയത്തിലെ അതികായകന്മാരും രാജാക്കന്മാരും സാമൂതിരിമാരും എന്ന് വേണ്ട സകല ആൾക്കാർ ഇവിടെ വന്ന് ജനിച്ചു. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ അവതാര പുരുഷന്മാരെല്ലാം വന്ന് ഇവിടെ ജനിച്ചു. പുരാണം അങ്ങനെ ആണല്ലോ. ആയിക്കോട്ടെ, ഇവിടെ സകല മനുഷ്യരും വന്ന് ജനിച്ചു. ഇവരുടെ ആരുടെയും ജനനം ദൂതൻ വന്ന് വിളംബരം ചെയ്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ മാത്രമേ ദൈവം ദൂതനെ ഇങ്ങോട്ട് വിട്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യം വായിച്ചേ. ഒരു ദൂതൻ വന്നെന്ന. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ ആദ്യം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ഏതാ? ജനനം അറിയിക്കാനാ. യേശുവിന്റെ ജനനത്തിന്റെ വിശേഷതയാ കർത്താവിന്റെ ഒരു ദൂതൻ. വായിക്കേ. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി, അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഈ ഒരു ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ ഈ സുവിശേഷം അറിയിക്കുക. അപ്പൊ ഈ തിരുപ്പിറവി അറിയിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ ആദ്യം വിട്ടത്. ഇവിടെ ജനിച്ച ആരുടെ ജനനത്തിലാ ദൈവം ദൂതനെ വിട്ടേ? എന്നെ എല്ലാവർക്കും ഒരു സങ്കടം പോലെ. നിങ്ങളുടെ ജനനം ദൂതൻ പറയാഞ്ഞിട്ടായിരിക്കും. യേശുവിന്റെ ജനനത്തിന്റെ വിശേഷത ദൂതനെ ഇങ്ങോട്ട് വിട്ടു. മാത്രമാണോ ഈ ജനനത്തിന്റെ വൈശിഷ്ട്യം? ഈ ദൂതൻ വന്ന് കാര്യം പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പം ദൂതന്മാരുടെ ഒരു കൂട്ടം അങ്ങോട്ട് വന്നു നിരന്നു. സ്വർഗീയ സൈന്യം. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘവും കൂടെ ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഇതുപോലെ ജനിച്ചതാരാ? അതാ ജനത്തിന്റെ വിശേഷത. യേശുവിന്റെ ജനനത്തിന്റെ വിശേഷത. ആദ്യം ഒരു ദൂതനെ ഇങ്ങോട്ട് ദൈവം വിട്ടു. ആട്ടിടയന്മാരോട് എന്ന് പറയാൻ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം നിർണയിക്കാനൊക്കത്തില്ല. എൻ്റെ ഭാവനെ പറഞ്ഞ ആകാശമണ്ഡലം മുഴുവൻ വന്ന് ദൂതൻ അങ്ങ് നിന്നു. പിന്നെ ഞാനങ്ങ് ഭാവനെ കാണുക, നാഗസ്വരവും ഫ്ലൂട്ടും തബല് മൃദംഗവും കീബോർഡൊന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇല്ലെന്നാ പുള്ളി പറയുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ല. ഇനി അത് പറഞ്ഞ് ഒരൊടക്കുണ്ടാക്കണ്ട. ഹാർമോണിയവും ഇതെല്ലാം വെച്ച് ഒരു പാട്ടും ഒരു സ്തുതിഗീതമൊക്കെ. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ഇതുപോലെ ഒരു ജനനം
ആരുടെയും നടന്നിട്ടില്ല, ഇനി നടക്കത്തുമില്ല. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ ജനനം വ്യത്യസ്തമാണ് എല്ലാവരിൽ നിന്നും. അതെ, ഇത് നല്ല വാർത്തയാ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം, അവിടുത്തെ മരണം, അത് നല്ല വാർത്തയാ. ക്രിസ്തുയേശുവിന്റെ മരണം നല്ല വാർത്തയാ. ഞാൻ എപ്പോഴും പറയും, മരണം അത്ര നല്ല വാർത്തയല്ല, പക്ഷെ യേശുവിന്റെ മരണം നല്ല വാർത്തയാ. നമ്മുടെ വേണ്ടപ്പെട്ടവര് മരിച്ചെന്ന് ഇപ്പം വന്ന് പറഞ്ഞ ഒരു നല്ല വാർത്ത പറയാൻ പോവെന്നും പറഞ്ഞാന്നോ പറയുന്നേ. ഇപ്പോൾ ശിവപാസോട് വന്ന് പറയുക, ഇന്നടത്ത് ഇന്ന അപ്പച്ചൻ മരിച്ചു, അല്ലേ അമ്മച്ചി മരിച്ചു, ഇല്ലേ യൗവനക്കാരൻ മരിച്ചു. ഇത് കേട്ട ഉടനെ പുള്ളി മൈക്കിന്റെ മുന്നിൽ വന്ന് ശ്രദ്ധിക്കണേ, ഒരു നല്ല വാർത്ത അറിയിക്കാൻ പോവുക. ഇന്നോടത്ത് ഇന്നയാള് മരിച്ചു, അവരെങ്ങാനും കേൾക്കുക നമ്മളെ. അപ്പൊ ഈ മരണം നല്ല വാർത്തയല്ല. ഈ മരണത്തിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പേര് തന്നെ ഒടുക്കത്തെ ശത്രു എന്നാണ്. ഒടുക്കത്തെ ശത്രു. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, ഒടുക്കത്തെ ശത്രു എന്ന് പറഞ്ഞാൽ ശത്രുക്കളെല്ലാം പോയിട്ട് ഒടുക്കം വന്ന ശത്രു എന്നല്ല. എല്ലാ ശത്രുക്കളും പോയി ലാസ്റ്റ് വന്ന ശത്രു എന്നല്ല. മുഴുവൻ ശത്രുക്കൾ പോയാലും പോകാതെ നിന്നെയും കൊണ്ട് പോകാൻ നിൽക്കുന്ന ശത്രു എന്നാ ഒടുക്കത്തെ ശത്രു. അപ്പോൾ അങ്ങനെ മരണം, ഈ മരണം നല്ല വാർത്തയല്ല. ഏത് പ്രായത്തിലുള്ളവർ മരിച്ചാലും അത് അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ദുഃഖമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം ഒരു നല്ല വാർത്തയാണ്. എന്താ യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാര്യം? അതിപ്പോ വായിച്ച വാക്യത്തിലുണ്ട്, 15:3, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യം. എന്താ ഇത് നല്ല വാർത്തയാകാൻ കാരണം? വായിച്ചേ. എന്നാ പറ്റി? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. മതി. അതായത് നല്ല വാർത്തയായത് യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ യേശു മരിച്ചത്. മനുഷ്യൻ ഏറ്റവും വലിയ ഭാരം എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിഷയം എന്നാന്ന് ചോദിച്ചാൽ, തുണിയില്ലാത്തതോ അരിയില്ലാത്തതോ വീടില്ലാത്തതോ ഒന്നും അല്ല. മനുഷ്യനെ അലട്ടുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാരം പാപത്തിന്റെ ഭാരമാണ്. അതിന്റെയോ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് അകൃത്യഭാരം ചുമക്കുന്ന ജനം. അപ്പോൾ അകൃത്യഭാരം, നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചത് ഈ അകൃത്യമാണ്. ഈ അകൃത്യത്തിന്റെ ഭാരവും വഹിച്ചുകൊണ്ട് മനുഷ്യൻ അത് എത്രയോ നാളുകളായിട്ട് ഭാരപ്പെടുക. ഇതെവിടെ താത്തു വെക്കും? ആരിത് വഹിക്കും? ഇതെങ്ങനെ എവിടെ വെക്കും? അതിന് തീർത്ഥയാത്ര നടത്തുന്നു, തീർത്ഥാടനങ്ങൾ നടത്തുന്നു, കാഴ്ചകൾ കൊണ്ടുവെക്കുന്നു, തിരുമുൽ കാഴ്ച വെക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത്. എന്തിന്? ഈ പാപത്തിന്റെ ഭാരമൊന്ന് മാറാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ പാപത്തിന്റെ ഭാരത്തെ ചുമന്നവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് ആ കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുക, താണ്ടെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന, അതാ വിഷയം, ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പാപഭാരത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ തരുവാനാ യേശുക്രിസ്തു മരിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ യേശു മരിച്ചത്. അതുകൊണ്ട് ഇത് നല്ല വാർത്തയാ. ഈ പാപഭാരം എവിടെ കൊണ്ട് മാറ്റിവെക്കും? ആരിത് വഹിക്കും? എങ്ങനെ രക്ഷപ്പെടും? ഇതിൽ നിന്ന് മോചനമുണ്ടോ? എങ്ങനെ ഞാൻ നീക്കുപോക്കുണ്ടാകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭാരത്തെ ചുമന്നൊഴിക്കാൻ ആണ് യേശുക്രിസ്തു മരിച്ചത്. മുമ്പേ ഞാൻ സൂചിപ്പിച്ചു, യേശുവിന്റെ ജനനം വ്യത്യസ്തമാണ്, മരണവും വ്യത്യസ്തമാണ്. എന്താ ക്രിസ്തുയേശുവിന്റെ മരണത്തിന്റെ വിശേഷത? 1-2 കാര്യം പറയാം. മരണത്തിന്റെ വിശേഷത ഒന്ന്, അവിടുന്ന് മരിക്കാനാ ഇങ്ങോട്ട് വന്നത്. മരിക്കാനാ വന്നത് തന്നെയല്ല. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞെടുത്തെല്ലാം വന്നു എന്നാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, അങ്ങനെ കൊടുത്തേക്കുന്ന വന്നു എന്ന് പറയുമ്പോൾ ഓർത്തോണം, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുക, ന്യായമായി ചോദിക്കുന്ന എങ്ങനെയാ, പാസ്റ്റർ എപ്പോഴാ വന്നേ? അല്ലാതെ ഇങ്ങോട്ട് വന്ന ഉടനെ എപ്പോഴാ ജനിച്ചേ? ഇപ്പൊ ചോദിക്കുവോ? ഇല്ല. ഈ യോഗത്തിന് എന്നെ കാണുമ്പോ എപ്പോഴാ വന്നെന്നേ ചോദിക്കുവുള്ളൂ. അപ്പോൾ യേശു വന്നെന്ന് പറയും. എപ്പം വന്നെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു, വേറൊരു സ്ഥലത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ന്യായമായ ചോദ്യം, എപ്പം വന്നു?
അപ്പൊ യേശു ക്രിസ്തു വന്നു. കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞ് മനുഷ്യപുത്രൻ വന്നത്. അങ്ങനെ മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ മുമ്പേ ഉണ്ടായിരുന്നവനാ. എവിടുന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. എന്തിനാ വന്നത്? അപ്പോൾ അത് കർത്താവിന്റെ മരണത്തിന്റെ വിശേഷത ഒന്ന്, അവിടുന്ന് മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. മരിക്കാൻ വന്നതാ. ഞാനും നിങ്ങളും എല്ലാം ജീവിക്കാൻ വന്നവരാ. നമ്മുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഉദാഹരണം എപ്പോഴും ഞാൻ പറയും, രണ്ടുപേരുടെ വെളുപ്പിന് ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടില്ലേ? ഭാര്യയും ഭർത്താവും. പുള്ളിയുടെ കയ്യിലൊരു മുളവടിയുണ്ട്, അമ്മ ഒരു സ്കാർഫൊക്കെ കെട്ടി മഞ്ഞം പിടിച്ച്. നമ്മൾ ചോദിക്കല്ലേ എന്നാ? കുറച്ച് നാളൂടെ ചിലരിങ്ങനെ കയറ്റി പറ, കുറച്ച് നാളൂടെ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചാൽ. അല്ല, ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളും ശ്രദ്ധിച്ചുണ്ട്, ഇത് കഴിച്ചാട്ടെ, വേണ്ട, ഇത് ഇച്ചിരി മെഴുക്ക് പുരട്ടി, എന്നാ ഇച്ചിരി ബീഫ് ഒലത്തിയതും, എന്നാ പപ്പടം കഴിച്ചാട്ടോ, എന്നാ ഇച്ചിരി അച്ചാറെടുക്കും. യോ, പിന്നെ ലാസ്റ്റ് പുള്ളി ഇങ്ങോട്ട് ചോദിക്കും, പാവയ്ക്ക കാണുമോ? എന്നെ. അപ്പൊ നമ്മൾ പുള്ളി വിളിക്കുക, എന്നാ ഇങ്ങനെ? കുറച്ച് നാളൂടെ ജീവിച്ച കൊള്ളാൻ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ. കുറ്റമല്ലീ പറഞ്ഞത്, നല്ലതാ. അങ്ങനെയൊക്കെ പത്യം നോക്കുന്നത് നല്ലതാ. അപ്പൊ ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കാൻ വന്നവരാ. എന്നാൽ യേശു ക്രിസ്തു ഇങ്ങോട്ട് വന്നത് മരിക്കാൻ വന്നതാ. ഒന്ന്. രണ്ട്, ഈ മരണത്തിന്റെ വിശേഷത അവിടുന്ന് കൂടെ 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 പറയുമായിരുന്നു മരിക്കാൻ പോവാന്ന്. മരിക്കാൻ പോവാ കൂടെ കൂടെ പറയും. നമുക്ക് അങ്ങനെ പറയുന്ന ഇഷ്ടമല്ല. ചിലപ്പം വല്ല ഉണർവിന് കയറി ഒന്ന് പറയും, ഞാൻ മിക്കവാറും ഈയിടെ മരിക്കും. എന്നാൽ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നേ ഭാര്യ ചോദിക്കും, നിങ്ങൾക്ക് എന്നാത്തിൻ്റെ ദീനമാ ഉമ്മ? അല്ലെ പിള്ളേർ ചോദിക്കും, പപ്പായ്ക്ക് വേറൊന്നും പറയാൻ? ചാകുന്ന കാര്യം. അല്ല, ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പാട്ട് പാടി പ്രാർത്ഥിച്ച ഉടനെ ഭർത്താവ് ഭാര്യയോട് പറയാ, കുഞ്ഞന്നാമേ, ഞാൻ 2 ദിവസത്തിനകം മരിക്കും. നിങ്ങൾക്ക് വേറെ ഒന്നും പായി വന്നില്ലല്ലേ? കൃപയുള്ള കുഞ്ഞന്നാമയാണ് ഉടനെ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളെ ഒരാട്ടും. കാരണം ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ഭർത്താവ് മരിക്കുന്നെന്ന് കേൾക്കുന്നതും ഇഷ്ടമല്ല, മരിക്കുന്നതും വലിയ താല്പര്യമില്ല. മനുഷ്യന്റെ എല്ലാം പ്രകൃതി അങ്ങനെ തിരിച്ചും. എന്നാൽ യേശു ക്രിസ്തു കൂടെ കൂടെ പറയുന്ന ഒരു പദമുണ്ടായിരുന്നു, മരിക്കാൻ പോവാ. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞു നിർത്തിയില്ല, പറഞ്ഞു തുടങ്ങിയെന്ന. ജിജോട്ട് മത്തായി സുവിശേഷം 16:21 അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അതാ. അപ്പം ഒന്ന് പ്രസ്താവിച്ച് നിർത്തിയില്ല, പ്രസ്താവിച്ച് തുടങ്ങി. അപ്പോൾ ഒന്ന്, മരിക്കാനാ വന്നത്. 2, ഇത് പറഞ്ഞങ്ങ് തുടങ്ങി. മരിക്കുമെന്ന് പറഞ്ഞെന്നല്ല, തുടങ്ങി. അപ്പൊ കൂടെ കൂടെ ഇത് പറയുമായിരുന്നു. വേറെ ഭാഗ്യമുണ്ട്. ഇപ്പം എല്ലാ അരിയും പിടിച്ച് ഞക്കണ്ടല്ലോ, വെന്തോന്ന് ഒന്ന് പോരെ. പുള്ളിയും ചിന്തിച്ചിരിക്കുക, ഒന്നേ പറയാവുള്ളൂ, എനിക്ക് ഇതെല്ലാം കൂടെ തപ്പിയെടുക്കാൻ ഒന്ന് മതി. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു കൂടെ കൂടെ പറയുമായിരുന്നു ശുശ്രൂഷയിൽ, മനുഷ്യപുത്രൻ മരിക്കാൻ പോവുക. മരിക്കാനാ വന്നത്. 2, മരിക്കുമെന്ന് കൂടെ കൂടെ പറയും. 3, എങ്ങനെ മരിക്കുന്നെന്ന് യേശു പറഞ്ഞു. അതാ ഈ മരണത്തിന്റെ വിശേഷത. ഇവിടെ ഇരിക്കുന്ന ആർക്കായാലും പറയാൻ പറ്റുമോ, ഞാൻ ഇന്ന വിധത്തിലാ മരിക്കുന്നോ? ഞാൻ പനിച്ചേ ചാവുള്ള അലക്സാണ്ടർ ചത്ത പോലെ, അല്ലെങ്കിൽ സോക്രട്ടീസിനെ പോലെ വിഷമടിച്ചാ ഞാൻ ചാകുന്നേ, അല്ലെങ്കിൽ പറയുക ഞാൻ ഇന്ന് വണ്ടി ഇടിച്ചായിരിക്കും മിക്കവാറും ഞാൻ ചാകുന്നേ. അങ്ങനൊന്നും വരാതിരിക്കട്ടെ. അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് കോവിഡ് ആയിട്ടേ ഞാൻ മിക്കവാറും
പോകും. എങ്ങനെ മരിക്കുമെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനൊക്കത്തില്ല. ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ചിലരൊക്കെ പറഞ്ഞെന്ന് പറയുന്നു, പക്ഷെ ഒത്തില്ലെന്നും പറയുന്നു. ഇന്ന വിധത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു, അവസാനം അങ്ങനൊന്നും. എന്നാൽ യേശു ക്രിസ്തു ഇന്ന വിധത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു. മരിക്കും, അതായി മരണത്തിന്റെ വിശേഷത. ഉപദ്രവങ്ങളേറ്റ്, നിന്ദയേറ്റ്, അപമാനമേറ്റ്, ആക്ഷേപമേറ്റ്, പീഡകളേറ്റായിരിക്കും മനുഷ്യപുത്രൻ മരിക്കുന്നത്. ഇത് യേശു കൂടെ കൂടെ പറഞ്ഞു. അപ്പൊ 1 മരിക്കാൻ വന്നു, 2 കൂടെ കൂടെ മരിക്കുമെന്ന് പറഞ്ഞു, 3 ഇന്ന വിധത്തിലാ മരിക്കുന്നെന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവുമില്ല. 4 ഈ മരണത്തിന്റെ പിൻപിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും ആയിരിക്കും ഇതിന്റെ അണിയറ വക്താക്കൾ. അത് യേശു പറഞ്ഞു. ഇങ്ങനെ ആര് പറഞ്ഞു? ഇവിടെ ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കുന്നത് ആരാ ഇതിന്റെ പുറകിലെന്ന്. ഇപ്പോഴും പലതും കണ്ടുപിടിക്കുന്നില്ലല്ലോ. പിന്നെ ചിലത് കണ്ടുപിടിച്ചാലും കാശ് കൊടുത്ത് ഒതുക്കുക. ഈ ലോകം നീതി കിട്ടുന്ന ലോകമല്ല. അല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത ഇന്ന ഇന്ന ആൾക്കാരായിരിക്കും ഇതിന്റെ പുറകിൽ. അതെല്ലാം യേശു പറഞ്ഞു. ഇതുപോലെ പറഞ്ഞു മരിച്ച ആരുണ്ട്? 1 മരിക്കാൻ വന്നു, 2 മരിക്കുമെന്ന് കൂടെ കൂടെ പറഞ്ഞു, 3 ഇന്ന വിധത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു, 4 അതിന്റെ പിമ്പിൽ ഇന്ന ആൾക്കാരാന്നും പറഞ്ഞു, 5 എവിടെ വെച്ചാ മരിക്കുന്നെന്ന് യേശു പറഞ്ഞു. യെരുശലേമിൽ. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞെന്ന്. ഇവിടെ ഇരിക്കുന്ന ഏർക്കേലും പറയാൻ പറ്റുമോ ഞാൻ തൃശ്ശൂര് വെച്ചേ മരിക്കുമുള്ളു, അല്ല ഇന്ന വീട്ടിൽ വെച്ചാ മരിക്കുന്നത്, അല്ല ഇന്ന കട്ടിലല്ല, ഒന്നും പറയാനൊക്കത്തില്ല. നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മിക്കവാറും മെഡിക്കൽ കോളേജിൽ കടന്ന് പോകാനാ. ഒന്നും വരാതിരിക്കട്ടെ, ദോഷമൊന്നും വരാതിരിക്കട്ടെ. മിക്കവാറും ആമ്പലിന്റെ വള്ളി പോലെല്ലാം ഇട്ട് ഇങ്ങനെ കണ്ണും തള്ളി അങ്ങനെയൊന്നും വരരുത്. അപ്പോൾ ഈ എങ്ങനെ മരിക്കുമെന്നും പറഞ്ഞു, എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു. അതാ ഈ മരണത്തിന്റെ വിശേഷത. ഇങ്ങനെ പറഞ്ഞ ആരുണ്ട്? 6 ഈ മരണത്തിന്റെ വിശേഷത. കർത്താവ് മരിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം മരിക്കും എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ചേർത്ത് പറഞ്ഞു അവൻ ഉയർക്കും. നിങ്ങൾ പുസ്തകം മുഴുവൻ വായിച്ചോ. മരിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം ഇന്നതുപോലെ ഞാൻ മരിക്കാൻ വന്നിരിക്കുക, മരിക്കും, എന്നെ ഇന്ന ആൾക്കാർ കൂടി കൊല്ലും, ഇന്ന വിധത്തിൽ മരിക്കും, ഇന്നടത്ത് വെച്ച് മരിക്കും. അങ്ങനല്ല പറഞ്ഞത്. ഇന്നടത്ത് വെച്ച് മരിക്കുമെന്ന് പറഞ്ഞിട്ട് ചേർത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാതെ ചേർത്ത് പറഞ്ഞു 3-ാം ദിവസം ഉയർക്കും. ഇങ്ങനെ പറഞ്ഞ ആരുണ്ട്? ഇങ്ങനെ സംസാരിച്ച ആരുണ്ട്? കൊള്ളാം. ഒന്നും പറയാതെ തന്നെ പലതും പോയത്. നമ്മൾ ചോദിക്കല്ലേ അപ്പച്ചൻ എങ്ങനെയാ പോയത്? പോകാൻ നേരത്ത് ഇങ്ങനെ. പിന്നെ അടുത്ത് നിന്ന പുള്ളി എന്നിട്ട് ഒരു കണ്ണ് തുറന്നായിരുന്നു. എന്നാ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത മരിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം യേശു പറഞ്ഞു അവൻ സ്വോത്രം 3-ാം ദിവസം ഉയർക്കും. 7 എപ്പോഴേലും ഉയർക്കുമെന്നല്ല പറഞ്ഞ്. ഞാൻ മരിക്കും, ഉയർക്കും. ഗുരു എപ്പോഴാ? അതെപ്പോഴേലും ഉയർക്കും, നീയൊക്കെ പോ എന്നല്ല പറഞ്ഞേ. കൃത്യം 3-ാം ദിവസം ഉയർക്കും. അതാ ഈ മരണത്തിന്റെ വിശേഷത. ഞാനൊരു 7 കാര്യം പറഞ്ഞു അവിടുത്തെ തിരുമരണത്തിന്റെ വിശേഷത. അതാ പറഞ്ഞ എല്ലാവരുടെയും മരണം പോലല്ല യേശുവിന്റെ മരണം. എല്ലാവരും മരിച്ചതുപോലല്ല യേശു മരിച്ചത്. യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനാ. അല്ല, ഈ മരണം നല്ല വാർത്തയാ. മടങ്ങി വരാം. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തുവിന്റെ ജനനം, യേശു ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാണ് ശരിയായ സുവിശേഷം. ഇതാര് ഏത് രാത്രി ചോദിച്ചാലും പറഞ്ഞോണം. രണ്ടാമത്തെ തലക്കെട്ട്. ഒന്നാമത്തെ തലക്കെട്ടാ പറഞ്ഞേ. രണ്ടാമത്തെ തലക്കെട്ട്
എന്തിനാണ് സുവിശേഷം? വായിച്ചോ, ഇതെല്ലാം അറിവുള്ള വാക്യമാണ്. തീത്തോസ് 2:11 ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം എല്ലാം അറിയാവുന്നത് കൊണ്ട് ചിലർ ബൈബിള് പോലും കൊണ്ടുവന്നിട്ടില്ല. അറിയാം, അതുകൊണ്ടാണ്. ചെല്ല് കൊണ്ടുവന്നത് തുറന്നിട്ടുമില്ല. വേണ്ട, തുറക്കണ്ട, അറിയാമല്ലോ. വളരെ സന്തോഷം. തുറക്കരുത്. വായിച്ചോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ തലക്കെട്ട് എന്തിനാണ് സുവിശേഷം? ഒറ്റ വാക്കി പറയാം, സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ ശിവപാസ്ത്രിക്ക് കണ്ടമാനം കാശ് വന്നപ്പം നടത്തുന്നതല്ല. ഈ ദാനിയേൽ പാസ്റ്ററുടെ കണ്ടമാനം കാശ് വന്ന് തെള്ളിയത് കൊണ്ട് നടത്തുന്നതല്ല. അല്ല, മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്താനല്ല. പിന്നെന്തിനാ സുവിശേഷം? സുവിശേഷം സകല മനുഷ്യനും രക്ഷപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല. എല്ലാവരും രക്ഷപ്പെടണം. അല്ല, ഒരു വിഭാഗക്കാരോ ഒരു മതക്കാരോ ഒരു സഭക്കാരോ ഒരു സംഘടനക്കാരോ ഒരു ഏറിയയിലുള്ളവരോ മാത്രമല്ല, സകല മനുഷ്യനും എല്ലാവരും രക്ഷപ്പെടണം. അതിനാ സുവിശേഷം. വ്യാഖ്യാനിക്കുന്നില്ല അധികം, അറിയാം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. രണ്ടാമത്തെ തലക്കെട്ട് എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മൂന്നാമത്തെ തലക്കെട്ട് ആരാണ് സുവിശേഷം പറയേണ്ടത്? അല്ല, ആരോടാ പറയേണ്ടത് സുവിശേഷം? ആരോട് പറയണം? വായിച്ചേ, അറിവുള്ള വാക്യം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും മർക്കോസ് 13:10 രണ്ട് വാക്യവും വായിച്ചു. 16, 15, 13, 10. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഈ സൃഷ്ടികളെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തിന്? ഇതിനൊരു വിടുതൽ കിട്ടാൻ പോകുകയാ. സൃഷ്ടികളെല്ലാം ഇറ്റുനോവോടിരിക്കുക. ഈ സൃഷ്ടിക്ക് ഒരു വിടുതൽ, ഒരു വീണ്ടെടുപ്പുണ്ട്. ഈ ഭൂമിക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. ഈ പ്രകൃതികൾക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. മാത്രമാണോ, അത് വ്യക്തികളെ കൂടെ ഉദ്ദേശിച്ചോണ്ടാ. 13:10 വായിച്ചോ. 13:10. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകും. സകല ജാതികളോടും ഇത് പ്രസംഗിക്കണം. അപ്പോൾ ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല മനുഷ്യനും കേൾക്കണം. എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന നല്ല വാർത്തയാ സുവിശേഷം. ഇന്ന് രാത്രി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? ഒരു വിഭാഗക്കാരോ മതക്കാരോ ജാതികളോ മാത്രമല്ല, സകല മാനവരാശിയും ഈ സുവിശേഷം കേൾക്കണം. സ്തോത്രം. ഇനി 4 സുവിശേഷം എങ്ങനെ പറയണം? അതിന് വാക്യമുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1:5 വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. എങ്ങനെയാ ഇത് പറയേണ്ടത്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1:5. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, കുറെ വാക്യം മാത്രം പറഞ്ഞു പോകുകയല്ല. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം വചനം മാത്രം പറയല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും കൂടാ നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശക്തി വേണം, പരിശുദ്ധാത്മാവ് വേണം, ബഹുനിശ്ചയം വേണം. ഇങ്ങനെ സുവിശേഷം. അതായത് യുവനാസന്മാരൊക്കെ ശബ്ദമെടുത്തും വളരെ ഉറക്കെയൊക്കെ പറയുന്നത്. ഇത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ പറയണം. അങ്ങനെ സുവിശേഷം അറിയിക്കണ്ടേ. വിവരിക്കുന്നില്ല. അടുത്തത്, ഇങ്ങനെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയാ കേൾക്കേണ്ടത്. എങ്ങനെയും കേട്ടാ മതിയോ? വായിച്ചേ 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം സുവിശേഷം ക്രിസ്തുവിനെ കൈക്കൊണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എങ്ങനാ സുവിശേഷം കേൾക്കേണ്ടത്? അവൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. സ്തോത്രം. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് പോട്ടെ.
പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും. എങ്ങനെ ഇത് പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഈ സുവിശേഷം കേൾക്കണം. ഇനി അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തലക്കെട്ട് സുവിശേഷത്തിന്റെ വിശേഷതയാണ്. സുവിശേഷത്തിന്റെ വിശേഷതയുണ്ട്. അല്ല, സുവിശേഷത്തിനേ ഉള്ളു വിശേഷത. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? അത് ധാരാളമുണ്ട്. ഒരു 8 കാര്യം പറയാൻ ഇന്ന് ഉദ്ദേശിക്കുക. ഒത്തിരി പറയാനുണ്ട്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു 8 കാര്യം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. ഇത് കേൾക്കേണ്ട കാര്യമാണ് കേട്ടോ. എല്ലാവരും കേൾക്കേണ്ട കാര്യമാ സുവിശേഷത്തിന്റെ വിശേഷത. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ. പിന്നെ ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, ചില ആൾക്കാർ എന്നെ പറ്റി പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞേച്ച് പോയെന്ന. അപ്പൊ ഈ വായി വരുന്നത് എന്തുവാന്നാ ഈ വായിപ്പിക്കുന്നത്? കാരണം ഇതിനകത്തുള്ള കാര്യമാ, അതാ ഈ പറയുന്നേ. അപ്പൊ അത് വായിച്ച് കേൾപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ചടികടാന്ന് വായിച്ചോ. ഒന്ന്, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. വായിച്ചേ, റോമാലേഖന 1-ാം അധ്യായത്തിന്റെ 16. നമുക്കെല്ലാം പരിചിതമായ വാക്യങ്ങളാ. റോമാലേഖന 1-ാം അധ്യായം 16-ാം വാക്യം. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗം. വായിക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തി. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒറ്റ വാക്കിൽ മറുപടി പറയാ, ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. യേശു നിന്നെ രക്ഷിക്കും. യേശു നിന്റെ കുടുംബത്തെ രക്ഷിക്കും. യേശു നിന്റെ ജീവിതത്തെ രക്ഷിക്കും. ഇന്ന് രാത്രി രക്ഷിക്കാൻ വല്ലഭത്വമുള്ള കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അത് അഖിലാണ്ടങ്ങളുടെ ഉടയവനാകുന്ന സർവജ്ഞനായ നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. രക്ഷിക്കും. ഈ രക്ഷ കരസ്ഥമാക്കാൻ ഒന്നും കൊടുക്കണ്ട. അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, കിണി കൊടുക്കണ്ട, ആടിനെ കൊടുക്കണ്ട, മാടിനെ കൊടുക്കണ്ട, കാട് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. 5 പൈസ നേർച്ച ഇടണ്ട. ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. രക്ഷപ്പെടാനേ ഇപ്പം ഇത് കൊടുത്താൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കാലവും കൂടാ. എന്തേലും കൊണ്ട് കൊടുത്താലേ ഒന്നിനെയും വിശ്വസിക്കാനും ഒക്കത്തില്ല. എന്നാ നിങ്ങൾക്കല്ല ഒരു സങ്കടം പോലെ. അവർ രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ 5 രൂപ കൊടുക്കണ്ട, 5 പൈസ കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊടുക്കണ്ട. അല്ല, ഇത് കൊടുത്താൽ ഏക്കത്തില്ലല്ലോ. ദൈവം ഏക്കുവോ? അതിനാ നിന്റെ ആട് ദൈവത്തിന് വേണ്ട, മാട് വേണ്ട, കോഴി വേണ്ട, കോഴിമുട്ട വേണ്ട. അതിനാ ഇവിടെ ഇതെല്ലാം നിർമ്മിച്ചവൻ ദൈവം അല്ലേ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ മുഴുവനെ ഉണ്ടാക്കിയവനാ ദൈവം. ആ ദൈവത്തിന് നമ്മുടെ ഭൗതിക വസ്തുക്കളെ. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ടു. സമുദ്രത്തെ നോക്കി വെച്ച് ദൈവം പറഞ്ഞു കൂട്ടമായിട്ട് ജന്തു അതിനകത്ത് ജനിക്കട്ടെന്ന്. എന്റെ ഭാഷ പറഞ്ഞാൽ തിമിങ്ങലം മുതൽ ചൂട വരെ, തിമിങ്ങലം മുതൽ ചൂട വരെ സമുദ്രത്തിൽ. അന്നാലും നമ്മൾ അതിൽ നിന്ന് 2 നെന്മീൻ ദൈവത്തിന് കണ്ടോണം. തിമിങ്ങലം ഉണ്ടാക്കിയ ദൈവം മേളിൽ ഇരുന്ന് ജനിക്കുക. വിഡി, ഞാൻ ഉണ്ടാക്കിയ തിമിങ്ങലം വരെ കിടക്കുക. അന്നാരാ നിന്റെ 2 ഇതിന് വേണ്ട. മാത്രമാണോ ഈ ഭൂമിയിൽ എന്തെല്ലാം സൃഷ്ടിച്ച ദൈവം? ഏതാണ്ട് 35,000-ൽ കൂടുതൽ ഇനം ജീവികളാ ഭൂമിയിൽ തന്നെ. പുറകോട്ടൊത്തിരി പോകുന്നില്ല. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ആന മുതൽ അരണ വരെ ദൈവം സൃഷ്ടിച്ചതാ. വേറെ ഉണ്ട് ജീവികൾ. പിന്നെ ഞാൻ ഒരു പ്രാസം ഒപ്പിച്ചത് പറഞ്ഞതേ ഉള്ളൂ. ആന മുതൽ ഇരിക്കട്ടെ ഒരു പ്രാസം. അപ്പൊ ആന മുതൽ അരണ വരെ നിർമ്മിച്ചവനാ ദൈവം. ആ ദൈവത്തിനാണോ നിന്റെ ആട് എവിടെ പോന്നു? മേരിക്കുട്ടി, ആടിനെയും കൊണ്ട് പോവാ. ആർക്കാ? ദൈവത്തിന്. ആടാന്ന് ഇങ്ങനെ നിൽക്കുക, പിടിച്ച് വലിക്കുക, എന്നിട്ട് പ്രാഗം നശിച്ചാട്. ദൈവത്തിന് നിന്റെ ആട് വേണോ? വായിച്ചേ 50-9 സങ്കീർത്തനം.
പെട്ടെന്ന് വായിച്ചു. അറിവുള്ള വാക്യം 50:9, അതും പ്രാസത്തിൽ ഇരിക്കട്ടെ. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ വീട്ടിൽ നിന്ന്, മേരിക്കുട്ടി, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ട് കൊട്ടന്മാരെയോ, തങ്കച്ചോ, നിന്റെ വീട്ടിൽ നിന്ന് കോലാട്ട് കൊറ്റനെയോ ഞാൻ എടുക്കയില്ല. ദൈവം പറയുക, നിന്റെ ആടും വേണ്ട, കോലാട്ട് കൊറ്റനും വേണ്ട, ആടും വേണ്ടെന്ന്. പിന്നെ കാട്ടിലെ സകല മൃഗവും. കാട്ട് ദൈവം ഉണ്ടാക്കിട്ടെന്ന് പറഞ്ഞപ്പം സകല എണ്ണോ ഇല്ലേ? പണ്ടൊരു പാട്ടിലുണ്ട്, കാട്ടാനക്കരടി പുലി ചെന്നായി കാട്ടുപൊത്ത് കരിമ്പുലി കൂട്ടം. വേണ്ട, ഇനി സങ്കടമാണേ വേണ്ട, പുള്ളിയും വയ്യ. അപ്പൊ എനിക്ക് വിശന്നാ ഞാൻ നിന്നോട് പറയുമോ? ഒന്നുകൂടെ വായിച്ച 50:9. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ട് കൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. ഞാൻ എടുക്കത്ത്. ദൈവം പറയും ഇതൊന്നും വേണ്ടാന്ന്. പിന്നെ കാട്ടിലെ സകല മൃഗവും, കാട്ടിലെ സകല മൃഗങ്ങളും, പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകും. ദൈവത്തിനുള്ളതല്ലേ? പിന്നെ നിന്റെ ആടോ നിന്റെ മാടോ ദൈവത്തിന് വേണോ? വേണ്ട. അടുത്തത് മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അയ്യോ, പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. ഞാൻ ഇതെല്ലാം ദൈവത്തിൻ്റെതാ. അന്നേരം നമ്മൾ ഒരു പൂവൻ കോഴിയും പെടക്കോഴിയും പള്ളിക്ക് പിടിച്ചോണ്ട് പോ. ദൈവത്തിന് കോഴി, ദൈവത്തിന് എന്തിനാണ് ആ കോഴി? ദൈവം എന്നെ അവിടെ പൊരുന്ന് വെക്കാൻ പോവാന്നു. ദൈവത്തിന് കോഴിയും വേണ്ട, ആടും വേണ്ട, മാടും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ അടുത്തത് വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ, അതും ദൈവത്തിൻ്റെതാ. പിന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയും, എനിക്ക് വിശന്നാൽ നിന്നോട് പറയും. നിന്റെ ചോറോ നിന്റെ കൂട്ടാനോ വല്ലോ എനിക്ക് വേണോ? ദൈവം ചോദിക്കുക. ചോറും കറിയും എല്ലാം കൊണ്ട് വെച്ച വരിക ദൈവത്തിനാന്ന്. ഇന്ന് ജീവൻ തന്നെ തിന്നുകയും ചെയ്യുക. ദൈവത്തിന് നിന്റെ ചോറും വേണ്ട, നിന്റെ ഇറച്ചിയും വേണ്ട, നിന്റെ മീനും വേണ്ട, നിന്റെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. നിന്റെ ജ്യൂസും വേണ്ട. പാത്രമൊക്കെ പറയുന്നുള്ളൂ. ദൈവത്തിന് വിശന്നാ നിന്നോട് പറയുമോ? അടുത്തത് ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഭൂലോകം അതിന്റെ നിറവും എന്റേതത്രേ. എന്റേത്. അപ്പൊ ദൈവത്തിന് ഇതൊന്നുമല്ല ആവശ്യം. പിന്നെന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? വായിച്ചോ മീകാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യോ, സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യോ. വായിര്, പെട്ടെന്ന് വായിര്. സമയം എന്നായെന്ന് പറയണേ. 9 നിർത്താം പറയണം. ബാക്കി നാളെ. മീക 6:6 വായിര്. മീക ഇല്ലേ? എന്തൊന്നുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന്, എന്തോന്നും കൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. പിന്നെ ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? വിവരിക്കുന്നില്ല, വായിച്ചു വിടുക. അടുത്തത് എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? കൊടുക്കണം. നരബലിയും മൃഗബലിയും ഒന്നും വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത വാക്യം, മനുഷ്യ നല്ലത് എന്തെന്ന് നിന്റെ തോട്ടത്തിലെ ആടിനെ വേണ്ട, മാടിനെ വേണ്ട, മൃഗത്തെ വേണ്ട, നരബലി വേണ്ട, മൃഗബലി വേണ്ട, ഭൗതിക വസ്തുക്കൾ വേണ്ട, നിന്റെ ഭക്ഷണം വേണ്ട, അരി വേണ്ട, തുണി വേണ്ട, മണി വേണ്ട, കിണി വേണ്ട, ആട് വേണ്ട, മാട് വേണ്ട, കാട് വേണ്ട. പിന്നെ എന്തുവാ ദൈവം പറയാ? മനുഷ്യ നല്ലതെന്തെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അവനെ നിങ്ങാണ്ട് വായിച്ച പോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നിയതാ. വായിച്ചു. എന്നാ കുഴപ്പമില്ല, ഒന്നുകൂടെ വായിച്ചു. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു എന്തുവാ ദൈവം ആശിക്കുന്നത്? നിന്റെ ഭൗതിക വസ്തുക്കൾ ഒന്നും വേണ്ട. ന്യായത്തോടും ദയയോടും താഴ്മയോടും വിനയത്തോടും കൂടെ നടന്ന്, പിന്നെ സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ആ കണ്ണിക ഒന്ന് വായിച്ചേ. സഭാപ്രസംഗി 12-ന്റെ ഒടുവിലൊരു ചെറിയ കണ്ണിക ഉണ്ട്, അത് വായിച്ചേ. പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന്.
ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസാരത്തിലേക്ക് വരുത്തുമല്ലോ. അതിന്റെ മേളത്തെ വാക്യമായിരുന്നു എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യനും ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷപ്പെടാൻ ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. യേശു നിന്നെ രക്ഷിക്കും. സുവിശേഷത്തിന്റെ ഒന്നാമത്തെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഈ രക്ഷ കരസ്ഥമാക്കുവാൻ 5 പൈസ മുടക്കണ്ട. ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്ത്, നിൽക്കുന്ന കിടത്ത് നിന്ന് ഇന്ന് രാത്രി ഒറ്റ വാക്ക് നീ ഒന്ന് പ്രാർത്ഥിക്ക്. എന്റെ യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എന്റെ യേശുവേ, ഇന്ന് രാത്രി എന്റെ പാപഭാരത്തെ ചുമന്നൊടിച്ച് എന്റെ പാപത്തെ മോചിച്ച് ഇന്ന് രാത്രി എന്നെ രക്ഷിച്ച് എന്റെ ഉള്ളത്തിലേക്ക് ഇന്ന് രാത്രി എഴുന്നള്ളി വരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഇന്ന് രാത്രി ആ രക്ഷിതാവ് നമ്മുടെ നടുവിലുണ്ട്. ഒരു രക്ഷകനേ ഉള്ളൂ, ഒത്തിരി ഇല്ല. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിം സഹോദരന്മാരും ഹൈന്ദവരും ബുദ്ധരും ജൈനരും പാഴ്സികളും ഒക്കെ ഉള്ള രാജ്യമാ ഇന്ത്യ രാജ്യം. വേറെ ഏതെല്ലാം ജാതിക്കാരും ഭാഷക്കാരും വംശക്കാരും ഒക്കെയാ. ഈ നമ്മുടെ രാജ്യം നല്ല രാജ്യമാണ്. ഇത്രയും ഈ വകുപ്പിൽപ്പെട്ട ആൾക്കാരെല്ലാം ജീവിക്കുന്ന മഹാരാജ്യം, വലിയ രാജ്യമായത്. അതെ, ഇതുപോലൊരു രാജ്യം വേറെ ഇല്ല. ഇത്രയും ഭാഷക്കാരും ഇത്രയും ജാതിക്കാരും ഒന്നിച്ച് പാർക്കുന്ന ഒരു രാജ്യം. മറ്റു രാജ്യത്തൊക്കെ കൂടി വന്നാൽ 3 or 4 ജനമേ കാണുകയുള്ളൂ. ചിലയിടത്താന്നെ ചിലർ മാത്രമേ ഉള്ളൂ, വേറെ അവർക്ക് ഇഷ്ടവുമല്ല. എന്നാൽ ഈ മഹാരാജ്യത്ത് ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവരാ. ഭാഷ വേറെ, ഭക്ഷണം വേറെ, വസ്ത്രധാരണം വേറെ, ആചാരം വേറെ, അനുഷ്ഠാനങ്ങൾ വേറെ, മാമൂലികൾ വേറെ, എന്തെല്ലാം വ്യത്യസ്തമാ. പക്ഷെ ഒരു കാര്യം പറയാ, ഇതൊക്കെ ഇങ്ങനെ വ്യത്യസ്തമാന്നതിൽ എല്ലാവർക്കും ഒരു സൂര്യനെ ഉള്ളെന്ന് ഓർത്തോണം. ഒരു സൂര്യൻ. രാവിലെ സൂര്യൻ കിഴക്കുദിക്കും, വൈകിട്ട് അസ്തമിക്കും. ഹിന്ദുക്കൾക്ക് ഒരു സൂര്യൻ, മുസ്ലിങ്ങൾക്ക് ഒരു സൂര്യൻ, ക്രിസ്ത്യാനിക്കെല്ലാം കൂടെ ഒരു സൂര്യൻ. അല്ല, ബന്ധിക്കോസുകാർക്കെല്ലാം കൂടെ അല്ല, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് നമുക്ക് കണ്ട് പ്രത്യേക സൂര്യൻ പോലെ. എല്ലാവർക്കും കൂടെ ഒരു സൂര്യനേ ഉള്ളൂ. വായു എല്ലാവർക്കും കൂടെ വന്ന വായുവേ അല്ലേ, എല്ലാവർക്കും വന്ന ഇരിപ്പ് കണ്ടിട്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച വായു പലതുണ്ട് ഇല്ലേ, പല വായു ഉണ്ട്. വിലക്കം വീഴുന്ന വായു ഉണ്ട്, ബിംബിഷ്ടം ഉണ്ടാക്കുന്ന വായു ഉണ്ട്, ജനലെ പിടിച്ചൊന്നും അത് വേറൊരു വായു. പണ്ടൊരു വായു ഉണ്ട്, ആന്ധ്രാവായു, അത് വേറെയാ. ഞാൻ ഉദ്ദേശിച്ചത് ജീവാശ്വാസമേ, എല്ലാവർക്കും കൂടെ വന്ന. അപ്പൊ ഒരു സൂര്യൻ, വായു ഒന്ന്, ജലം ഒന്നേ ഉള്ളൂ. പിന്നെ കുപ്പിക്കകത്ത് വേറെ പേരുമൊക്കെ എഴുതി ഒക്കെ വിടുന്നേ ഉള്ളൂ, ഒന്നാ. അങ്ങനെയെങ്കിൽ രക്ഷിതാവ് ഒന്നേ ഉള്ളൂ. പല രക്ഷിതാവില്ല, പല രക്ഷകന്മാരില്ല. ഒരേ ഒരു രക്ഷകൻ, നസറേനാകുന്ന യേശു ക്രിസ്തു. അതൊരു വിഭാഗത്തിന്റെ, മതത്തിന്റെ, സഭയുടെ, സംഘടനയുടെ, ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ അല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. യേശു ക്രിസ്തു ഏക രക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല, ഓടിച്ചു മുമ്പോട്ട് പോകുക. സുവിശേഷത്തിന്റെ വിശേഷത 8 പറയാനാ ഉദ്ദേശിക്കുന്നത്. 8 ഒത്തിരി ഉണ്ട്, ഇപ്പൊ 8 മതി. 1, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. വായിച്ചേ, അറിവുള്ള വാക്യമായി എഫേസ്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-15. എഫേസ്യർ 6:14-15. സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. വായിക്കേ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും
സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. മതി. ദൈവത്തിന്റെ മഹത്വം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവര്, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാ. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, ശാന്തിയില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് അല്ല ജീവിതം ഒടുക്കാം, അവസാനിപ്പിക്കാം, ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ നേടുവിടാം, വിഷം കഴിക്കാം എന്നൊക്കെ ചിന്തിച്ച് തീർത്ഥയാത്ര നടത്തിയിട്ടും തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും ആണ്ടോടാണ്ട് പോയിട്ടും വന്നിട്ടും ചെരിപ്പിടാതെ നടന്നിട്ടും ചെരിപ്പിട്ട് നടന്നിട്ട് ഇന്ന കളറിപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട് ഇന്ന സാധനങ്ങൾ കൊണ്ടു നടന്നിട്ടും കൊടുത്തിട്ട് ഇന്നതെല്ലാം മതങ്ങളെല്ലാം പറയുന്നത് കൊണ്ടുവാ അങ്ങനെയൊക്കെ കൊടുത്തിട്ടും യാതൊരു സമാധാനവുമില്ലാതെ പിന്നെയും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഉറപ്പിച്ചും തറപ്പിച്ചും വചനത്തിൽ കൂടെയും അനുഭവത്തിൽ കൂടെയും പറയാ, സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. ഇന്ന് രാത്രി ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കയ്യിലോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കയറ്റിയാൽ അവര് പലരും പറയും, അയ്യോ ഒരു കാലത്ത് എനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു, എന്നാൽ യേശു എനിക്ക് സമാധാനം തന്നു. ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ സിംഹഭാഗം ആൾക്കാരും ഇതേ പറയുള്ളൂ, ഞാൻ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, പുരാന്തനം പോലെ നടന്നതാ, എന്നാൽ യേശുവിന്റെ ഉള്ളത്തിൽ വന്നു. യേശുവാരാ? അവിടത്തേക്ക് കൊടുത്തിരിക്കുന്ന വിശേഷപ്പെട്ട പദങ്ങൾ ഒത്തിരി ഉണ്ട്. അതിലൊരു പദം സമാധാന പ്രഭുന്ന. പക്ഷെ നമ്മുടെ ഇരിപ്പ് കണ്ടാലൊന്നും യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഈ സമാധാനം കടയിൽ കിട്ടത്തില്ല, സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടുന്നതല്ല. ഏതായാലും കടയിൽ നിന്ന് സമാധാനം മേടിച്ചവരുണ്ട്, കൈപൊക്കിക്കേ, എനിക്കും പോകാനാ. അല്ല, എനിക്ക് പോകുക മാത്രമല്ല, ഒന്ന് രണ്ട് പേരെ വിടാനുണ്ട്. ഇന്നും ഒരാൾ ഫോൺ ചെയ്തു, ഒരു സമാധാനവും ഇല്ലെന്ന്, പുള്ളിയെ കൂടെ അങ്ങോട്ട് വിടാനാ. പക്ഷേ ഇന്നടുത്ത് സമാധാനം കിട്ടുന്ന സ്ഥലമുണ്ട്, കടയിലേ. ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് അല്ലല്ലോ, വേറെ മാർക്കറ്റ് ഒന്നുമില്ല, പിന്നെ ഹൈപ്പർ മാർക്കറ്റ് അല്ലയോ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഒന്നും സമാധാനമില്ല. അത് നടത്തുന്ന പുള്ളിക്ക് സമാധാനം ഉണ്ടെന്ന് പുള്ളിയോട് ചോദിക്കണം. അത് ഞാൻ യോഗം കഴിഞ്ഞ് ചോദിച്ചോളാം. ഇത് തന്ന പുള്ളിക്ക് സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചോണം. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചു, ചിലരോട്. എന്നാൽ ഈ സുവിശേഷം അകത്തോട്ട് വന്നാൽ, ഈ സുവിശേഷം നീ വിശ്വസിച്ചാൽ, ഈ സുവിശേഷം ഏറ്റെടുത്താൽ നിനക്ക് സമാധാനമാണ്. കാരണം ക്രിസ്തു സമാധാനമാണ്. സമാധാനമാണോ? സമാധാന പ്രഭുവാ. ഈ സമാധാനം എന്തൊക്കെ സമാധാനമാ എല്ലാം വിവരിക്കാൻ നേരമില്ല. ഒന്ന്, ദൈവത്തോട് സമാധാനമായി. എന്നാന്ന് ചോദിച്ചാൽ മറുപടി, നമ്മളെല്ലാം ദൈവത്തിന് ശത്രുക്കളായിരുന്നു ഒരു കാലത്ത്. ദൈവം നമുക്ക് ശത്രുവല്ല, നമ്മൾ ശത്രുവായിരുന്നു. ദൈവത്തെ പഴിച്ചും ദൈവത്തെ ദൂഷിച്ചും ദൈവനാമത്തെ പഴിച്ചും ദൈവദാസന്മാരെ ആക്ഷേപിച്ചും വചനത്തെ നിന്ദിച്ചും ഇങ്ങനെയൊക്കെ നമ്മളെന്തോ ശത്രുക്കളായിരുന്നു. ദൈവം ഇല്ലെന്നും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ശത്രുക്കളായിരുന്നു. പക്ഷെ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോഴും അവിടുന്ന് ശത്രുവല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. സ്നേഹിച്ചത് കൊണ്ടാ യോഹന്നാൻ 3:16 തൻ്റെ പുത്രനെ ഇങ്ങോട്ട് വിട്ടത്. പുത്രൻ വെറുതെ വന്നതൊന്നുമല്ല. എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക, തെറ്റുകാരനെ അങ്ങ് ക്ഷമിക്കണം. സ്വർഗത്തിൽ കൗൺസിൽ കൂടിയപ്പം സ്തോത്രം, അവിടുന്ന് തീരുമാനമാ പുത്രൻ ഇങ്ങോട്ട് വരാൻ. ആരയക്കും, ആര് പോകുമെന്ന് ചോദിച്ചപ്പോൾ പുത്രൻ പറഞ്ഞു,
ഞാൻ പോകാൻ എന്നെ അയക്കണം. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. 40 സങ്കീർത്തനം അറിയാമല്ലോ, സ്വർഗത്തിലെ കൗൺസില. അപ്പൊ ഇങ്ങോട്ട് വന്നത് ശത്രുക്കളായിരുന്ന എന്നെ നിങ്ങളെ ദൈവത്തോട് സമാധാനപ്പെടുത്തി. അതിനൊരു വേദ ചിന്തകൻ കൊടുത്ത ഒരു ആശയം, ഉപദേശമല്ല ആശയം. അവിടുന്ന് ക്രൂശിൽ ആണുകളാൽ തറക്കപ്പെട്ട് കിടക്കുക, 2 കൈകളും. അപ്പൊ അദ്ദേഹം ഒരാശയം പറഞ്ഞത് ഉപദേശമല്ല ആശയമാ. ആ ക്രൂശിൽ ഇങ്ങനെ യേശു ഒരു കൈ ദൈവത്തെ പിടിച്ചു, ഒരു കൈ ശത്രുക്കളാകുന്ന നമ്മയും പിടിച്ചു. ഇടയ്ക്ക് നിന്ന് രക്തം ചൊരിഞ്ഞ് ശത്രുക്കളാകുന്ന എന്നെ നമ്മെ ദൈവത്തോട് സമാധാനത്തിലാക്കി. നിരപ്പിന്റെ ശുശ്രൂഷയാണ് നടത്തിയത്, ദൈവത്തോട് സമാധാനം. ഇപ്പൊ നമുക്ക് ദൈവസന്നിധി ചെന്ന് എന്റെ ദൈവമേ എന്നൊക്കെ വിളിക്കാം. അല്ലെ നേരത്തെ കേറോബി വിളിക്കണമായിരുന്നു. അച്ചായനൊന്ന് പറയണേ എൻ്റെ കാര്യം. അച്ചായൻ പറഞ്ഞു ഊപ്പാട് വന്നിട്ടും അല്ലെ അമ്മാമ്മയൊന്ന് പറയണേ എൻ്റെ കാര്യം. നിങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. ഇപ്പൊ അച്ചായനെ ഇടയ്ക്ക് നിർത്തണ്ട, അമ്മാച്ചനും വരണ്ട, കൊച്ചപ്പനും വരണ്ട. നിനക്ക് നേരിട്ട് അങ്ങോട്ട് പറയാം. കാരണം യേശു സമാധാനത്തിലാക്കി. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പറയാം എൻ്റെ ദൈവമെന്ന് പറയാം. അതുകൊണ്ടല്ലേ നമ്മള് ജോസിനങ്ങ് ക്ഷീണമാന്ന് തോന്നുന്നു. എല്ലാം മൂടി കെട്ടി വെച്ചേക്കുന്നല്ലോ. പൊടി അടിക്കുന്നതിനാ, തണുപ്പ്. കേസ് കെട്ടെടുക്കലാന്നല്ലോ. ആട്ടെ, നമ്മളിപ്പം ഈ സമാധാനത്തിലായതുകൊണ്ടാ നമ്മളൊരു പാട്ട് പാടുകല്ലേ, എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാഥൻ വല്ലഭൻ എന്നാലുമേ, എൻ ദൈവം നല്ലവൻ എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എന്റെ രക്ഷകൻ. എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എന്റെ രക്ഷകൻ. ആ നല്ല ദേശത്തിൽ നിത്യമാ പ്രകാശത്തിൽ, ആ നല്ല പ്രകാശത്തിൽ ഇട്ടെന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാൻ അവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യ വരെ, കീർത്തിക്കും ഞാൻ വന്ധ്യാഗത്തെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഒരു കാലത്ത് എന്റെ ദൈവമേന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ല. നമ്മൾ ശത്രുക്കളായിരുന്നു. എന്നാൽ ശത്രുക്കളും പാപികളും ദോഷികളുമാകുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തോട് സമാധാനപ്പെടുത്തിയതാണ് സുവിശേഷം. മാത്രമാണോ? വേറൊരു പ്രയോഗമുണ്ട്, എടുത്ത് വായിപ്പിക്കുന്നില്ല. ദൂരസ്ഥരായവരെ സമീപസ്ഥരായവരെ അത് നരപ്പിച്ചു. ആരാ ദൂരസ്ഥരാ നമ്മള്. സമീപസ്ഥരാരാന്ന് ചോദിച്ചാൽ യഹൂദൻ. അവർക്കൊരു ചിന്തയുണ്ട്, ഞങ്ങൾ ആ പുള്ളിക്കാരൻ്റെ അടുത്ത ആള്. നമ്മുടെയൊക്കെ സഭയിലും അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഞാനാണ് ഇവിടുത്തെ മെയിൻ. ചില കൺവെൻഷൻ നടക്കുമ്പോൾ ചുമ്മാ കയറി വന്ന് സെൻട്രൽ പാസ്റ്ററോട് പറയും, ചുമ്മാ പറയും, ഇടയ്ക്കിടയ്ക്ക് കയറി ഇവിടെ കാണും. ഇവിടെ അല്ല, ചിലയിടത്തൊക്കെ ഞാൻ കണ്ടു ഒന്നുമില്ല, ഇതായി വന്ന് ഒന്നുമില്ലെന്ന്. അപ്പം ഇരിക്കുന്ന ജനം മുഴുവൻ ഓർത്തോണം ഈ പുള്ളിയായി ഇതിൻ്റെ. ചുമ്മാ കയറി കയറി വന്ന് ഒന്നുമില്ല ചെവി വന്ന് ഇതാ പറഞ്ഞത്. അപ്പം ഇരിക്കുന്ന ജനം എല്ലാം ഓർത്തോണം പുള്ളിയാണ് ഇതിൻ്റെ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളൊന്നും കാണുന്നില്ല, പച്ചപ്പരമാർത്ഥികളാ എല്ലാവരും. അല്ല, ചിലർക്ക് അങ്ങനെ ഉണ്ട്, ഞാനാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞ പോലെ യഹൂദന്മാർക്ക് ഒരു ധാരണ ചിന്തയുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം. ഇവരുടെ പ്രകൃതി എന്നാന്ന് എഴുതിയിട്ടുണ്ടല്ലോ തിമോത്തിയോസിന്റെ ആ തെസ്സലോനിക്ക ലേഖനത്തിലല്ലയോ, യഹൂദന്മാർ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവരും. വായിച്ചേ ജിജോ, ആ വാക്യം കണ്ടോ?
തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലാണോ 13 ഞാൻ ആ റവറൻസ് അങ്ങ് മറന്നുപോയി. അത് തന്നെ വായിച്ചോ. യഹൂദർ കർത്താവായ യേശുവിനെയും യഹൂദരെ കർത്താവാകുന്ന യേശുവിനെയും സ്വന്തം പ്രവാചകരെയും കൊന്നവരും. നല്ല പുള്ളിക്കാരാ. കർത്താവാകുന്ന യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം ഒരച്ചായൻ നമ്മുടെ സഭയപ്പെട്ട പുള്ളി പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണ്. എന്നിട്ടും പുള്ളിക്ക് തീരുന്നില്ല, ഇത് മുഴുവൻ യഹൂദ രക്തമാണ്. ഞാൻ പറഞ്ഞു വെടലത്തര എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ ഇതെങ്ങും ഞങ്ങൾ യഹൂദനാണെന്ന്. പുള്ളിക്ക് നല്ല ഉണർവാന്ന്, ഇത് യഹൂദ രക്തമാണ്. തുരുത്തിക്കാട്ട് അപ്പോൾ തുരുത്തിക്കാട്ടെന്ന് പറയുകയും ചെയ്തു. ഉള്ള കാര്യമല്ലേ. തുരുത്തിക്കാട്ട് ഒരു തള്ളയുണ്ട്, സഭായത്തിന് എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാ, വിശേഷിച്ച് ഞങ്ങളുടെ വീട്ടുകാർ ബെന്യാമീൻ ഗോത്രക്കാരാന്ന്. വട്ടല്ലാതെ തന്നെ. അപ്പൊ ഞാൻ അങ്ങനോട് പറഞ്ഞു ഇന്നിവിടെ പറഞ്ഞതിരിക്കട്ടെ, മേലിൽ യഹൂദനാന്ന്. അയന്ന നാണക്കേടാന്ന് പറഞ്ഞു. എങ്ങനെ ഭാഗ്യം. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകരെയും കൊന്നവരും. മിണ്ടി പോരുതെന്ന് പറഞ്ഞു. ഇനി കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവന്മാരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. സുവിശേഷ വേലക്കാരെ ഓടിച്ചു വിട്ട്, ഞങ്ങൾ അപ്പോസ്തലൻ പറയുക, കർത്താവിന്റെ വേലക്കാരെ ഓടിച്ചു വിട്ടവന്മാരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. അങ്ങനുണ്ട്. ഇത്രയും വായിച്ചപ്പോ തന്നെ പുള്ളി പരുങ്ങുന്ന ഞാൻ കണ്ടു. ദൈവത്തെ കൂടെ പറഞ്ഞോ, പ്രസാദിപ്പിക്കാത്തവരും, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും, സകല മനുഷ്യർക്കും വിരോധികളും, മുഴുവനെണ്ണത്തിന് എതിരെ. ഇപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു പൊട്ട് പോലെ 4 പക്ഷത്തിൽ നിന്ന് കല്ലും കട്ട എടുത്തെറിയ ഇല്ലേ? വായിര് ചിരിക്കുക, വായിക്കൂ. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് ദൈവദാസന്മാര് പ്രസംഗിക്കുന്നത് വിലക്കുന്നവന്മാരുവാ. ഇതെല്ലാം വായിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ഞാൻ എങ്ങും പറയത്തില്ലെന്ന് പറഞ്ഞു. ഒരുത്തനേലും ഗുണപ്പെട്ടല്ലോ, അത് വലിയ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള യഹൂദന്മാർക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങൾ സ്വന്തം ആൾക്കാരാ, അടുത്ത് സമീപസ്ഥരാ, ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാ. പക്ഷെ യവന്മാരെ പറ്റി വായിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന്മാരല്ല. നമ്മളാരാ? നമ്മൾ ദൂരസ്ഥരും അവര് സമീപസ്ഥരും. എന്നാൽ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നിച്ചാക്കി സമാധാനത്തിലാക്കിയ മാർഗമാണ് സുവിശേഷം. TPM-കാര് പാടുന്ന ഒരു പാട്ടുണ്ട്, അവരും വന്നിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല പാട്ടാ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരു പാട്ടുണ്ട്, നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഹിതത്തെ തികപ്പതിന. സ്വയമതിലില്ല ഭയമതിലില്ല, താതൻ തൻ ഗീതത്തെ തികപ്പതിന. യേശുവേ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കും നോന. കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി രക്ഷകനായി. കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി രക്ഷകനായി.
വീടൊന്നൊരുങ്ങി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂരാ ചെയ്ത് പോയ എൻ പ്രാണനാഥൻ. വീടൊന്നൊരുങ്ങി വിണ്ണിൽ വേഗം വരും തേജസ്സിൽ എന്നൂരാ ചെയ്ത് പോയ എൻ പ്രാണനാഥൻ. വാക്ക് മാറുകില്ല, താമസിക്കുകയില്ല. വാക്ക് മാറുകില്ല, താമസിക്കുകയില്ല. വാഗ്ദത്തം പോൽ വാനിൽ വെള്ളിപ്പെടുമേ. വാക്ക് മാറുകില്ല, താമസിക്കുകയില്ല. വാഗ്ദത്തം പോൽ വാനിൽ വെള്ളിപ്പെടുമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത നല്ല പാട്ടായി. TPM-കാര് പാട്ടെഴുതുമ്പം അവരുടെ പേര് കൊടുക്കുകയില്ല. അതുകൊണ്ട് ഇതാരാ എഴുതിയതെന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്കിനിയും കുര്യച്ചാനാന്നോ എറണാകുളത്തെ എഴുതിയത് അതോ ഇനിയും ആട്ടെ, എന്തായാലും നല്ല പാട്ടാ. അവരുടെ പാട്ടുകൾ മിക്കതും നല്ലതാണല്ലോ. അത് പറഞ്ഞപ്പോൾ മുഖം ഉടനെ ചളിച്ചു. കുശുമ്പായതല്ല, നല്ല പാട്ടുകളാ. ആട്ടെ, നമ്മുടെ പാട്ട് മോശമാണെന്നല്ല പറഞ്ഞു, ഇത് നല്ലതാന്നായി പറഞ്ഞ്. നമ്മുടെ ഇപ്പോൾ കുറേ പാട്ടുകാരുണ്ട്, എല്ലാവരും അല്ലെങ്കിലും ചിലർ പാട്ടിനകത്ത് ഒന്നുമില്ല. എവിടുന്നേലും 2 പദം കടവും എടുക്കും, 2 തിരികെയും കയറ്റും. പിന്നെ അതിനകത്ത് മുഴുവൻ ഹല്ലേലൂയ ഇതൊക്കെ വെച്ചങ്ങ് പോട്ടെ. ഇനി അവർ പണം കരുതും. പണക്കം ഉണ്ടോ? ഇല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് നിരപ്പിന്റെ ശുശ്രൂഷ സമാധാനത്തിലാക്കി. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ അവന് സമാധാനമാണ്. ഒരു കുടുംബത്തിൽ വന്നാൽ ആ കുടുംബത്തിന് സമാധാനമാണ്. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത എത്രയോ വീടുകളുണ്ടായിരുന്നു. അടിയും ബഹളവും തെറിയും, ഭാര്യയെ ഉപദ്രവിച്ച് പിള്ളേരെ തല്ലി, പിള്ളേര് പേടിച്ച് വെച്ച കഞ്ഞിയും കലവെടുത്ത് വെളിയിൽ കളഞ്ഞ് ഭാര്യ പേടിച്ച് അഖിലത്തെ വീട്ടിലോടി, കുഞ്ഞുങ്ങള് കട്ടിലിനടി കയറി, തെറിയും ബഹളവും. എത്ര കുടുംബം പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ പഞ്ചായത്ത് മെമ്പറിനോ അല്ലെങ്കിൽ മറ്റ് കൗൺസിലർമാർക്കൊന്നും ഇതിന് പരിഹാരം പൂർണ്ണമായിട്ട് വരുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ സുവിശേഷം അങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കലെത്തി ആ കുടുംബത്തിൽ ചെന്നു. ഇപ്പോൾ ആ കുടുംബത്തിലുള്ളവരെ വിളിച്ച് ചോദിച്ച്, അയ്യോ മുള കുടച്ചതാന്നേല് ചെണ്ടമുറിയനാണെങ്കിൽ അത് എന്തോ ഒരു സമാധാനമാ. മറ്റേ വലിയ വീട്ടിൽ ഫിഷ് മോളി, പിന്നെ ഫിഷ് ലില്ലി, ഞാനൊരു പേര് പറഞ്ഞതാ, ഞാൻ അങ്ങ് ഇടുക പേര്, മോളി മാത്രം മതിയോ? എല്ലാം ഉണ്ട്. ചില്ലി ചിക്കൻ മട്ടൻ ചാപ്സ് എല്ലാം ഉണ്ട്. പക്ഷേ കഴിക്കാൻ മേല സമാധാനത്തോടിരുന്ന്. പണ്ടൊരു വീട്ടിൽ എന്നെ പെന്തിക്കോസുകാരല്ല, മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരാ, ഒന്ന് പ്രാർത്ഥിക്കണേ, ഒത്തിരി നാൾ കൊണ്ട് നിർബന്ധിച്ചു. വണ്ടിയെ കയറ്റി വരാൻ പറഞ്ഞു. വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. ചെന്ന ഉടനെ അലുവ, കേക്ക്, നല്ല പൂവമ്പഴം, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടായി. അന്നൊക്കെ അങ്ങനത്തെ മുട്ടായി കിട്ടുക എന്ന് പറഞ്ഞ 30 കൊല്ലം മുമ്പാ. ഇപ്പം ഇവിടെ നാട്ടിലെല്ലാം കിട്ടും. ഇപ്പം ഗൾഫിൽ നിന്ന് വരുന്നവർ അവിടെ നിന്നൊന്നും കൊണ്ടുവരും. ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എല്ലാം കൊണ്ട് ചുമ്മിക്കെട്ടി എന്തിനാ കൊണ്ടുവരുന്നത്. അപ്പം അന്ന് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചു. നല്ല ബ്രൂ കോഫി, അന്നൊക്കെ ബ്രൂ കോഫി കിട്ടുക എന്ന് പറഞ്ഞാൽ വലുതാ. എല്ലാം കൊണ്ടുവച്ചു. ഏതൊക്കെയാ പുഴുങ്ങിയത്, വേറെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി. ഇത് തന്നെ ഒത്തിരി ഉണ്ട്. കൊണ്ടുവച്ചേച്ച് കഴിക്ക് പാസ്റ്റേ. കഴിക്കാൻ അങ്ങോട്ട് ഒരുങ്ങിയപ്പം ഒരു കാറ് വന്നു. ഉടനെ ഇയാൾ പറയും, അയ്യോ അവൻ വന്ന്, 2 കൂടെ എടുത്ത് ഓടി. അവരുടെ വീട് ഈ സാധനമെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നു. എന്നോട് പറഞ്ഞു കഴിച്ചോളാൻ. കഴിക്കാനൊരുങ്ങിയപ്പോൾ കാറ്, അയ്യോ സ്വന്തം മോന, അവൻ കുടിച്ച് ലെവല് കിട്ടുക. എന്നിട്ട് ഈ തന്ത എന്നോട് പറഞ്ഞു, അവൻ്റെ ഈ തോക്കുണ്ടെന്ന്. യോ, എങ്ങനെ കഴിക്കും? അവൻ്റെ കയ്യിൽ തോക്കുണ്ടെന്ന് എന്നോട്. എന്നിട്ട് എന്നോട് പറയാ കഴിച്ചോളാൻ. സുവിശേഷം എത്തിയില്ല. എന്നാൽ
ചില സാധു കുടുംബമായിരിക്കും, കഴിക്കാൻ ഒന്നും ജിലേബിയും പപ്സും അലുവായും ഒന്നുമില്ല, ഗൾഫിലെ മുട്ടായി ഒന്നുമില്ല. ചിലപ്പോൾ ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷ പറയാം, അരി വറുത്ത് പൊടിച്ചതായിരിക്കും, അതേ ഉള്ളൂ. പക്ഷേ അത് സമാധാനത്തോടെ കഴിക്കാൻ കുടിക്കുക. എന്നാ സമാധാനത്തിന്റെ സുവിശേഷം നിന്റെ ജീവിതത്തിൽ വന്നത് കൊണ്ടാ. ഇന്ന് രാത്രി എന്റെ സ്നേഹിത സുഹൃത്ത്, അവൻ യേശുവിന്റെ സുവിശേഷത്തിന്റെ വിശേഷത നിനക്ക് സമാധാനം തരുന്ന മാർഗമാ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ നിനക്ക് സമാധാനം വേണമെങ്കിൽ അര പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, യേശുവിന് ഉള്ളത്തിൽ ഏറ്റെടുക്ക്. ഇന്ന് രാത്രി നിനക്ക് സമാധാനം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അവൻ ആര് കേൾക്കണം? സകല സൃഷ്ടികളും ജാതികളും കേൾക്കണം. ആര് എങ്ങനാ പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോട് എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട്. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 8 കാര്യം പറയാനാ ഉദ്ദേശിച്ചത്. 2 കാര്യം പറഞ്ഞു. 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരുന്ന മാർഗം. ഇന്ന് രാത്രി യേശുവിനെ ഏറ്റെടുക്ക, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട. അവിടെ നിന്നല്ലേ ഇരുന്ന് ഒരൊറ്റ വാക്ക് പറ, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും.